സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. ആകാംക്ഷയോടെ കാത്തിരുന്ന 12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DA കുടിശ്ശിക ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ സംസ്ഥാന ജീവനക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്ന 12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. DA കുടിശ്ശിക ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകും. ഒപ്പം ബാക്കി കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകി തീർപ്പാക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച 5 വർഷ തത്വം പാലിക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയമെന്നും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും. അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പവും നൽകും. മാത്രമല്ല DA, DR കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെ ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കുമെന്നും KN ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. 2024 ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കേണ്ടിയിരുന്നത്. ജനുവരിയിൽ പ്രഖ്യാപിച്ച് 2% കൂടി ചേർത്ത് ആകെ 15% കുടിശ്ശികയാണുള്ളത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ സമയത്ത് അടിസ്ഥാന ശമ്പളത്തിന്റെ 1.37 മടങ്ങ് കണക്കാക്കി പുതിയ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുകയായിരുന്നു. അന്ന് 27% ക്ഷാമബത്തയും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ചേർത്ത് 37% വർധനയാണ് ഉണ്ടായത്. അതേസമയം സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും DR അനുവദിക്കുകയും ചെയ്യും. കൂടാതെ ജീവനക്കാർക്ക് നിലവിലെ NPS-ൽ നിന്ന് അഷ്വർഡ് പെൻഷനിലേക്ക് മാറാനുള്ള അവസരവും ഉണ്ടായിരിക്കും. NPS-ൽ തുടരേണ്ടവർക്ക് അത് തുടരാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.